ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മൊഹിറ്റോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മൊഹിറ്റോയുടെ പ്രൊനൗൺസിയേഷൻ മൊഹിറ്റോ എന്നാണ്. MOJITO ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് മൊജിറ്റോ എന്ന് വായിക്കാറുണ്ട്. ശരിക്കും അതല്ല ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ട് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനല്ല പാഷൻ ഫ്രൂട്ട് മുറിച്ചത്. നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ കബനി നദിയുണ്ട്. അപ്പം അവിടെ നമ്മൾക്ക് കുളിക്കാൻ പോകണം. അപ്പം കയ്യെങ്ങാനും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാൻ പോകുമ്പോൾ നല്ല നീറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആദ്യമേ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു ഗ്ലാസ് എടുക്കണം. അതിനുശേഷം നമ്മൾ പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇടണം. എനിക്ക് ഈ വയനാട്ടിൽ വന്ന ഏറ്റവും ഇഷ്ടം പുഴയിൽ കഴിക്കാനാണ്. നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പാണ് ഇട്ടത്. നമുക്കിതിലേക്ക് ഈ കാന്താരി മുറിച്ചിട്ട് കുറച്ച് ചതച്ച പോലെ ആക്കി ഇതിനകത്തേക്ക് ഇടണം. എരിവിനനുസരിച്ച് ഇടണം. എനിക്കൊക്കെ കുറച്ച് എരിവ് ഇഷ്ടമാണ്. അപ്പം ഞാനൊരു 3 കാന്താരിയൊക്കെ ഇടും. എൻ്റെ അനിയത്തിക്ക് അത്ര വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് കുറയും. കാന്താരി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കുത്തണം. എനിക്ക് മാങ്ങയുടെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാങ്ങയുടെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഇത്ര പഞ്ചസാര ഇട്ടാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രൈറ്റ് ഇടണം. അതുകൊണ്ട് ഇത്ര മതി പഞ്ചസാര. ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കാന്താരിയുടെ മണം വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ഉപ്പിടാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പ്രൈറ്റ് ഒഴിക്കണം. സ്പ്രൈറ്റോ 7up ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് ഇസേനെ വിളിക്കാം. ഇസ കുറച്ച് കുടിച്ച് നോക്കിയേ. എരിവുണ്ടേ കുറച്ച്. ടേസ്റ്റ് ഉണ്ടാ? ഞാൻ കുടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് മൊഹിറ്റോ.